ഞാനിന്ന് എത്തിയത് എൻ്റെ തൊട്ടടുത്ത് കാണുന്ന കാട്ടരുവി. അത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഈ കാട്ടരുവി എവിടുന്നാണ് വരുന്നതെന്നൊന്നും നമുക്ക് പോയി നോക്കിയാലോ? ചെറുതായിട്ട് കുറച്ച് ടാസ്ക്കുള്ളൊരു സ്ഥലമാണ്. ഞാൻ അവിടെ പോയിട്ട് എന്നെ പൊങ്കാലിടാൻ നിൽക്കരുത്. പക്ഷേ അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊരു വിഷ്വൽ ബ്യൂട്ടി ആട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇത്ര ലോങ് സൈറ്റിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കണ്ടത്. പിന്നെ നമ്മൾ നല്ല നടന്ന് നടന്ന് വന്ന് കുറച്ച് ട്രക്കിംഗ് സ്റ്റൈലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് കുത്തിക്കഴപ്പുള്ളവർക്ക് മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എത്തുന്നവർ ഓൺ റിസ്ക് ആണ്. പക്ഷേ നമ്മളൊക്കെ ഇവിടെ ഇടയ്ക്ക് വരുന്നതിനെ കൊണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലേ, ഒരു ആതിരപ്പള്ളീൻ്റെ ഒരു മിനിയേച്ചർ മാതിരിയൊക്കെ തോന്നും. അത്രയും ഉയരത്തുനിന്നാണ് ഈ വെള്ളം ചാടുന്നത്. അപ്പോൾ മക്കളെ, ഈ വെള്ളച്ചാട്ടം വരുന്നത് കാട്ടിൽ നിന്നാണ് കേട്ടോ. കാട്ടിൽ നിന്ന് കുത്തി ഒലിച്ച് വരുന്ന വെള്ളച്ചാട്ടമാണിത്. അപ്പോൾ ഇപ്പം ടാസ്ക് ഒന്നുമില്ല, കുറച്ച് ദിവസം മഴയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അത്യാവശ്യം ചെറിയ വെള്ളച്ചാട്ടം തന്നെയുള്ളൂ. നല്ല മഴ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അവിടേക്ക് വന്ന് തിരിയാൻ പോലും പറ്റില്ല. പിന്നെ കുറച്ച് ഓസുകളൊക്കെ കാണുന്നില്ലേ, താഴേക്ക് ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ അവർ പുറത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഈ ഓസ് കൂടെ താഴത്തേക്ക് എടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മളൊന്ന് വെറുതെ വെള്ളച്ചാട്ടത്തിലേക്ക് ഫോണായിട്ട് ഒന്ന് വന്നതാണ്. ഫോണിൽ വെള്ളമൊന്നും കയറൂല, എന്നാലും പേടിയുള്ളതിനെ കൊണ്ട് കുറച്ച് സൈഡിലേ മാറിന്ന്. നല്ലൊരു വൈബ് സ്ഥലം കേട്ടോ. നല്ലോണം റീഫ്രഷ് ആവാൻ പറ്റി. വെള്ളം കറക്റ്റ് നല്ല പ്യുവർ വൈറ്റ് വാട്ടർ കേട്ടോ. ഇതുപോലുള്ള വെള്ളച്ചാട്ടത്തിലൊക്കെ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഭയങ്കര വഴുക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വീണ് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് പറ്റും. കാരണം ഫുള്ള് പാറക്കല്ലുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ പ്രായം അതാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് കുളിച്ച് മെല്ലെ പോവാം. അപ്പോൾ താങ്ക് യു.